മലങ്കര കാത്തലിക് ടി.വിയുടെ ഓർമ്മ പെരുന്നാൾ എന്ന പരമ്പരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവല്ല ആധിപത്യരാസനത്തിൻ്റെ മൂന്നാമത് മെത്രാപ്പോലിത്തയായിരുന്ന സക്രിയാസ് മാർ അത്തനാസിയോസ് പിതാവിൻ്റെ 44ാമത് ഓർമ്മ പെരുന്നാൾ ഇന്ന് നമ്മൾ ആചരിക്കുകയാണ്. അഭിമന്യ പിതാവിനെ പറ്റിയുള്ള പങ്കുവയ്ക്കലാണ് ഇന്ന് നമുക്ക് ഈ പരമ്പരയിൽ നടത്തുവാനുള്ളത്. തിരുവല്ല അധിപത്യരാസനത്തിൻ്റെ മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സുനോദോ സെക്രട്ടറിയുമായ ഡോക്ടർ തോമസ് മാർ കൂറിലോസ് മെത്രാപ്പോലിത്ത തിരുമനസ്സാണ് ഇന്ന് നമ്മളോടൊപ്പം പിതാവിനെ പറ്റിയുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. അഭിമന്യ പിതാവിനെ പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിതാവെ, അത്തനാസിയോസ് പിതാവിനെ പറ്റിയുള്ള ഒരു ജീവചരിത്രം ലഘൂകരണം അഭിമന്യ പിതാവ് പ്രേക്ഷകർക്ക് വേണ്ടി നൽകാമോ? ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വളരെയേറെ സന്തോഷപ്രദമായ ഒരനുഭവമാണ് എന്നെ സെമിനറിയിലേക്ക് എടുക്കുകയും അതിരൂപതയുടെ തൃതീയ മെത്രാപ്പോലീത്തയായി സഭയെ ആകമാനം അനുഗ്രഹിച്ച അത്തനാസിയോസ് പിതാവിനെ അനുസ്മരിക്കുന്നതിന്. 1909 ഫെബ്രുവരി മാസം 19-ാം തീയതിയാണ് പിതാവ് പൂജാതനായത്. പോളച്ചിറക്കൽ കുടുംബം അത് ഒരു ക്ഷത്രിയ കുടുംബമാണ്. രാജാക്കന്മാർക്ക് വേണ്ട പരിരക്ഷണ നൽകുന്ന ഒരു കുടുംബം. എന്നാൽ അതേസമയം തന്നെ അവർ വലിയ വ്യവസായികളുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് തരകൻ എന്ന മറ്റൊരു നാമം കൂടി നൽകപ്പെട്ടിരുന്നു. അപ്പോൾ പോളച്ചിറക്കിലെ ഏതാണ്ട് എല്ലാ ആളുകളും, പ്രത്യേകിച്ചും കാരണവന്മാരെല്ലാം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് തരകൻ എന്ന നാമത്തോടു കൂടിയായിരുന്നു. ശങ്കരപുരി കുടുംബ ശാഖയിലാണ് അഭിമന്യ പിതാവ് ജനിച്ചത്. അഭിമന്യ പിതാവ് വളരെ സമർത്ഥനും ദൈവഭക്തനുമായിരുന്നു. സെമിനറിയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. എന്നാൽ ആ ഉദ്യോഗം നിർവഹിച്ചുകൊണ്ടിരുന്ന വേളയിൽ കത്തോലിക്ക സഭയുടെ ചില പ്രസിദ്ധീകരണങ്ങൾ വായിക്കാനായിട്ടിടയായതിൻ്റെ പശ്ചാത്തലത്തിൽ കത്തോലിക്ക സഭയെക്കുറിച്ചും പ്രത്യേകിച്ചും മറിവാനിയോസ് പിതാവ് നടത്തിയ പുനരൈക്യ ശുശ്രൂഷകളെക്കുറിച്ചും അറിയാനും മനസ്സിലാക്കാനും ഇടയായി. അങ്ങനെയാണ് പിതാവ് തൻ്റെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് മാറി ഒരു വൈദികനായി പുനരൈക്യത്തിന് ഏറ്റവും കൂടുതൽ ഊടും പാവും നെയ്യാൻ സാധിക്കുന്ന തലത്തിലുള്ള ഒരു മെത്രാപ്പോലീത്തയായി ഉയർത്തപ്പെടുന്നതിന് വേണ്ടി ദൈവപരിപാലനയിൽ സെമിനറിയിലേക്ക് വരുന്നത്. പിതാവ് സെമിനറിയിലെ തിരുവനന്തപുരത്താണ് അന്ന് മൈനർ സെമിനറി, അവിടെ ചേർന്നു. പിന്നീട് ആലുവ മേജർ സെമിനറിയിൽ പഠിച്ചു. അതിനുശേഷം കാൻഡിയിൽ പിതാവ് പഠിക്കുവാനായിട്ട് പോയി. അവിടെ വെച്ച് 1946 പിതാവ് പട്ടം സ്വീകരിക്കുന്നത്. പിന്നീട് പിതാവ് തിരികെ വന്ന് എരുമേലി ഇടവകയിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുകയും ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ഇടവകകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു എന്നത് വളരെയേറെ സ്മർത്തവ്യമാണ്. പിന്നീട് പിതാവ് വെണ്ണിക്കുളത്ത് വരുന്നു. ആ പ്രദേശങ്ങളിൽ ധാരാളം ഇടവകകൾ സ്ഥാപിക്കുവാനായിട്ട് പിതാവിന് കഴിഞ്ഞു. ഈ എരുമേലിയും വെണ്ണിക്കുളവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. കാരണം രണ്ടും മറിവാനിയോസ് പിതാവിൻ്റെ ശുശ്രൂഷ മേഖലകൾ ആയിരുന്നു എന്ന് പറയാം. വെണ്ണിക്കുളത്ത് പിതാവ് വന്ന് താമസിക്കുന്നു. എരുമേലിയിൽ പിതാവിൻ്റെ കുടുംബാംഗം അവിടെ വിവാഹിതയായിട്ട് അവിടെ ഒരു കുടുംബത്തിലായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ബന്ധങ്ങളുടെ ഒക്കെ നടുവിൽ മറിവാനിയോസ് പിതാവുമായി ബന്ധപ്പെടുത്തി പിതാവിന് ലഭിച്ച നിയമനങ്ങൾ. പിന്നീട് അതിന് ശേഷമാണ് പിതാവ് കുന്നംകുളത്തേക്ക് അവിടെയുള്ള ശുശ്രൂഷകൾ ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടുന്നത്. അന്ന് നമ്മുടെ അതിരൂപതയുടെ അല്ലെങ്കിൽ തിരുവല്ല ഭദ്രാസനത്തിൻ്റെ അതിർത്തി ആ കുന്നംകുളം വരെയായിരുന്നു.
അതിനുശേഷമാണ് പിന്നീട് 1956 നമുക്ക് മലബാർ പ്രദേശങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ശുശ്രൂഷകൾ വ്യാപിപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആ അതിർത്തികളിലെല്ലാം തന്നെ അഭിമന്യ പിതാവ് നല്ല ശുശ്രൂഷകൾ നിർവഹിച്ചു എന്ന് ഞാൻ പറയട്ടെ. 1953 ഡിസംബർ മാസം 31 പിതാവിനെ മാർപ്പാപ്പ തിരുവല്ല ഭദ്രാസനത്തിൻ്റെ സഹായമെത്രാനായിട്ട് നിയോഗിക്കുന്നതും പിന്നീട് 1954 ഏപ്രിൽ മാസം 27 മെത്രാനായിട്ട് വാഴിക്കുന്നതും. അന്ന് സെവേറിയസ് പിതാവും അത്തനാസ്യോസ് പിതാവും കോട്ടയം ഭദ്രാസനത്തിൻ്റെ അഭിമന്യ തറയിൽ പിതാവുമായിരുന്നു പിതാക്കന്മാരായിട്ട് അഭിമന്യ അത്തനാസ്യോസ് പിതാവിനെ വാഴിച്ചത്. 1955 ജനുവരി മാസം 18 നമ്മുടെ അഭിമന്യനായ ജോസഫ് മാർ സെവേറിയസ് പിതാവ് കാലം ചെയ്യുന്നു. അന്ന് തന്നെ അത്തനാസ്യോസ് പിതാവ് ഈ ഭദ്രാസനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ചുമതലയേൽക്കുകയും ജനുവരി മാസം 27 ഈ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിട്ട് ചുമതലയേൽക്കുകയുമാണ് ചെയ്തത്. ആ നീണ്ട ജൈത്രയാത്ര 22 വർഷങ്ങൾ മെത്രാനായിട്ട് സഭയെ അലങ്കരിച്ചും അനുഗ്രഹിച്ചും കൊണ്ട് നടന്ന യാത്ര 1977 സെപ്റ്റംബർ മാസം 28 സ്വർഗലോകം പൂവണിയുന്നു. ഇതാണ് പിതാവിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ലഘു ജന്മവുമായി ബന്ധപ്പെട്ടതായ ചില കാര്യങ്ങൾ. 2 കാര്യങ്ങൾ കൂടി ഇവിടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ബഹുമാന്യനായ ചിറ്റക്കാട്ടച്ചൻ അഭിമന്യ പിതാവിൻ്റെ പിതൃ സഹോദരൻ എൻ്റെ പുത്രനാണ് ചിറ്റക്കാട്ടച്ചൻ. അപ്പോൾ അദ്ദേഹമാണ് തിരുമൂലപുരം ഓർത്തഡോക്സ് സഭയിൽ ആയിരുന്നു. തിരുമൂലപുരം ഓർത്തഡോക്സ് ഇടവകയിലെ ശുശ്രൂഷകൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ദർശനമാണ് നമ്മുടെ സാധു പെൺകുട്ടികൾക്ക് വേണ്ടി, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ന് ബാലികാമഠം എന്ന് പറയുന്നതായ ആ സ്ഥലത്തെ സ്കൂള് സ്ഥാപിക്കുന്നതിന് മാർ ഇവാനിയോസ് പിതാവിന് വേണ്ടതായ എല്ലാ പിന്തുണ നൽകിയത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ, അതുപോലെ തന്നെ അനന്തരവന്മാർ ഒക്കെ കൊടുത്തതായ സ്ഥലമാണ് പിന്നീട് ഇന്ന് ബാലികാമഠമായിട്ട് അവിടെ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. കണ്ടത്തിൽ മാമൻ മാപ്പിള യശശരീരനായ മനോരമയുടെ ആദരണീയനായ മാമൻ മാപ്പിള ആ കുടുംബത്തിൽ നിന്നാണ്, അഭിമന്യ പിതാവിൻ്റെ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അപ്പോൾ അങ്ങനെ കുടുംബപരമായിട്ടുള്ള ഒരു ബന്ധവും ഈ കാര്യത്തിന് വളരെയേറെ സഹായകമായി. നമ്മുടെ ക്രൈസ്തവരെ പ്രത്യേകിച്ചും നമ്മളുടെ രാമസ്വാമി അയ്യർ, അതായത് തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്ന അദ്ദേഹം അന്ന് വളരെയേറെ കർശനമായ നിലപാടുകൾ എടുക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടവരെയൊക്കെ ജയിലിലടയ്ക്കുകയൊക്കെ ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് മനോരമ പത്രം സത്യത്തിൽ വളരെയേറെ പ്രതിസന്ധി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അതനുസരിച്ചുള്ളതായ പ്രയാസങ്ങളുണ്ടായി. യശശരീരനായ മാമൻ മാപ്പിള അദ്ദേഹം 2 വർഷം ജയിലിലായിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള മനോരമയുടെ ആ ഒരു വളർച്ചയിലും അതിൻ്റെ രൂപീകരണത്തിലുമൊക്കെ വളരെയേറെ നിർണായകമായ പങ്ക് വഹിക്കാനും അഭിമന്യനായ സക്രിയാസ് മാർ അത്തനാസ്യോസ് മെത്രാപ്പൊലീത്തായ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അഭിമന്യ പിതാവിനെ സെമിനാരിയിലേക്ക് സ്വാഗതം ചെയ്തത് അത്തനാസ്യോസ് പിതാവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സെമിനാരിയിലെ അനുഭവങ്ങൾ, ഓർമ്മകൾ പങ്കുവെക്കാവോ? തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. അഭിമന്യ പിതാവിൻ്റെ മനോഹരമായ പുഞ്ചിരിയാണ് ഞങ്ങളെല്ലാവരെയും ആകർഷിക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന അവസരത്തിൽ പിതാവ് ദൈവാലയത്തിൽ വന്നാൽ കുർബാനയ്ക്ക് ശേഷം പിതാവ് തണലുള്ള സ്ഥലമുണ്ടെങ്കിൽ മുറ്റത്തിരുന്ന് പിതാവ് കസേരയിട്ടും ഞങ്ങളെല്ലാവരും ആ മുറ്റത്തെ നല്ല മണൽപ്പരപ്പിലിരുന്ന് പിതാവിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരനുഭവം എനിക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ പിതാവിനെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. കുഞ്ഞുപ്രായത്തിൽ അറിയുന്നതിന് പരിമിതിയുണ്ട് എങ്കിൽ പോലും അപ്രകാരം നമ്മുടെ ഇടവക ദേവാലയവുമായി ബന്ധപ്പെട്ട് പിതാവിനെ അറിയാമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ കൂദാശ അല്ലെ അതിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നതായ അവസരത്തിൽ ഇവിടെ
എൻ്റെ പിതാവിനോടൊപ്പം വരുന്നതിനും കത്തീഡ്രൽ കാണുന്നതിനുമൊക്കെ നമ്മുടെ ആദ്യത്തെ കൂടാരപ്പള്ളി കാണുന്നതിനുമൊക്കെ ഇടയായിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സായതിന് ശേഷം സെമിനറിയിലേക്ക് വരുന്നത്. അന്ന് അത്തനാസിസ് പിതാവായിരുന്നു. പിതാവിന് എൻ്റെ കുടുംബത്തെ വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. പിതാവിൻ്റെ ഒരു വലിയ സ്നേഹം, വാത്സല്യം, അത് ഞങ്ങൾക്കെല്ലാവർക്കും വലിയ ബോധ്യമുള്ള ഒന്നാണ്. പിതാവിൻ്റെ സെമിനാരിയിലേക്ക് വരുമ്പോഴുള്ള 2-3 ചിന്തകൾ അല്ലെങ്കിൽ എനിക്ക് അനുഭവങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, പിതാവ് ഞായറാഴ്ചകളിൽ ഇടവക ദൈവാലയത്തിൽ പോകാത്ത ദിനങ്ങളിൽ ഞങ്ങളുടെ സെമിനാരിയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ അക്ഷരശുദ്ധി പഠിപ്പിക്കുമായിരുന്നു. എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്, പറയേണ്ടത്, പാടേണ്ടത്. അപ്പം എല്ലാ കാര്യങ്ങളും വളരെ നിഷ്ഠയോടുകൂടി പറയുമായിരുന്നു, പഠിപ്പിക്കുമായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ 10,000 എന്നാണ് സാധാരണഗതിയിൽ മനുഷ്യർ പറയുന്നത്, 1000-ഉം 10,000-ഉം. അപ്പോൾ നമ്മളത് 10,000 എന്നുള്ള ആ ഒരു കാര്യം അങ്ങനെ തന്നെ പറയണമെന്ന് അഭിമന്യ പിതാവ് നിർബന്ധിക്കുമായിരുന്നു. ഒരു വാക്കുപോലും ഉഴപ്പിക്കളയാൻ പാടില്ല, അത് ഉച്ചരിക്കണം നന്നായി. അപ്പോൾ ഉച്ചാരണ ശുദ്ധിയെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഒരു വലിയ ചിന്ത. രണ്ടാമതായിട്ട്, പിതാവ് വെറും കൈയോടെ ഒരിക്കലും വരില്ല. വരുമ്പോൾ ഒന്നുകിൽ മിഠായി, അല്ലെങ്കിൽ പലഹാരങ്ങൾ, അല്ലെങ്കിൽ ചോക്ലേറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അഭിമന്യ പിതാവ് കൊണ്ടുവരുമായിരുന്നു. പിതാവ് കാർക്കശ്യ സ്വഭാവക്കാരനായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എന്നാൽ അതേസമയം തന്നെ ചില നിർബന്ധങ്ങൾ പിതാവിന് ഉണ്ടായിരുന്നു. ആരാധനാ കാര്യങ്ങളിൽ, ആരാധനയ്ക്ക് എടുത്തു വെക്കുമ്പോൾ പാലിക്കേണ്ടതായ നിഷ്കർഷകൾ, സെമിനറി വിദ്യാർത്ഥികൾ ഉച്ചത്തിൽ ചൊല്ലേണ്ടതായ കാര്യങ്ങൾ, അത് രാവിലെ താഴ്ന്ന സ്വരത്തിലും സന്ധ്യയ്ക്ക് ഉയർന്ന സ്വരത്തിലും ചൊല്ലി ഈ പ്രദേശത്തെ മുഴുവൻ സത്യത്തിൽ വിശുദ്ധീകരിക്കുന്ന ഒരു വലിയ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. മൂന്നാമതായിട്ട്, പിതാവ് എപ്പോഴും സെമിനറി വിദ്യാർത്ഥികളെ കൂട്ടത്തിൽ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഈ കൂട്ടത്തിൽ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ദീർഘമുള്ള അല്ലെ ദൈർഘ്യമുള്ള ഇടങ്ങളിലേക്കാണ് യാത്രയെങ്കിൽ കുഞ്ഞുങ്ങൾ ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഡ്രൈവറോട് പ്രത്യേകം പറയും, കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളോട് പറയും, മക്കൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ എന്നോട് പറയണം, ഞങ്ങൾ വണ്ടി നിർത്തിക്കോളാം എന്നാണ്. പിതാവ് ഫ്രണ്ടിലായിരിക്കുന്നത്, ഞങ്ങളെല്ലാവരും പുറകിലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ അന്നേരം ഒരപ്പനടുത്ത വലിയ സ്നേഹം ഓരോ യാത്രയിലും ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയൊരു നന്മയായിട്ട് ഞാനെപ്പോഴും കാണുന്നു. പിതാവ് ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് പിതാവിന് അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, ഓരോരുത്തരുടെയും കഴിവുകളും പിതാവിന് അറിയാമായിരുന്നു. എങ്ങനെയാണ് പിതാവ് ഒരിക്കൽ പോലും ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് വഴക്ക് പറയാറില്ല. എന്തെങ്കിലും പറയുകയാണെങ്കിലും അത് റെക്ടസിന് വഴിയേ പറയാറുള്ളൂ. റെക്ടസിനോടാണ് പറയുന്നത് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അന്ന് ചുണ്ടവാലയിൽ അച്ഛൻ നമ്മുടെ തിമോത്തീസ് പിതാവായിരുന്നു ഞങ്ങളുടെ റെക്ടസിനായിരുന്നു. അപ്പോൾ ഇത്രയും നല്ല അനുഭവങ്ങളാണ്. അതുപോലെ തന്നെ SBയിൽ എന്നെ വിട്ട് പഠിപ്പിക്കുന്ന കാര്യത്തിൽ അതെനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. SB കോളേജിൽ പോയി പ്രീ ഡിഗ്രി പഠിക്കാൻ ഇടയാവുന്നു എന്നുള്ളത്. അന്ന് സെൻറ്റ് ലൂഷ്യസ് കോളേജുണ്ട്, പക്ഷേ എങ്കിലും എനിക്കതിൽ വലിയ അഭിമാനം തോന്നുന്നു. അത്രയും വലിയൊരു കലാലയത്തിൽ പോയി പഠിക്കാനായിട്ട് പിതാവ് എന്നെ അനുവദിച്ചല്ലോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നന്മ നിറഞ്ഞ അനുഭവങ്ങളാണ്. ആരാധനയ്ക്ക് നല്ല നിഷ്ഠ ഉണ്ടാകുവാനിടയായത് അഭിമന്യ പിതാവിൻ്റെ ശിക്ഷണമാണ്. അതുപോലെ സെമിനാരി കാലത്തെ പറ്റി പിതാവ് സൂചിപ്പിച്ചു. പിതാവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റിയും ദൈവ ആഭിമുഖ്യത്തെ പറ്റിയും എന്തെങ്കിലൂടെ പിതാവിന്? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വലിയ മാതൃകയായിരുന്നു, പ്രാർത്ഥനയുടെ വലിയ മാതൃകയായിരുന്നു അഭിമന്യ അത്തനാസിസ് പിതാവ്. പിതാവ് വരുന്നതിന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിതാവ് ചെരുപ്പിട്ട് നടന്നു വരുമ്പോൾ അല്പം സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ പിതാവ് വന്ന് പിതാവിന് കറുത്തകുപ്പായൊക്കെ എടുത്തു കൊടുക്കാനൊക്കെയുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുസ്തകം പിടിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ നിഷ്ഠയോടുകൂടി പിതാവ് ചെയ്യുമായിരുന്നു. രാത്രിയാമങ്ങളിലൊക്കെ പിതാവ് അനേകം സമയം വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പിതാവ് തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ ഒരു വലിയ വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല.
അതൊരു എന്താണ്, ഒരു പ്രകടനപരതയല്ല, പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മറിച്ച് യഥാർത്ഥത്തിൽ ഇടയൻ എന്ന തലത്തിൽ എല്ലാ മക്കൾക്ക് വേണ്ടിയും വളരെ ഊർജ്ജസ്വലമായി പ്രാർത്ഥിച്ച് ആരാധന നിർവഹിക്കുന്ന പിതാവായിട്ടാണ് എനിക്ക് അത്തനാസിസ് പിതാവിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പിതാവ് ഏതൊരു വിഷയത്തെയും, എനിക്കധികം പിതാവിനെ അങ്ങനെ ഒരു അധികാരം കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു അധികാരി എന്നുള്ള തലത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ള വിധം നേരിട്ട് എനിക്കറിയാൻ പാടില്ല എങ്കിൽ പോലും എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പ്രാർത്ഥനയുടെ ബലത്തിൽ സർവ്വതിനെയും നേരിടാനായിട്ട് കരുത്തുണ്ടായിരുന്ന ഒരാൾ എന്ന തലത്തിലാണ്. ഈ നമ്മുടെ ഈ പ്രദേശത്ത് ഈ മലങ്കര സഭാസമൂഹങ്ങൾ ധാരാളമുള്ളതാണല്ലോ. ഈ മലങ്കര ആരാധനാക്രമത്തിനോട് പിതാവിന് വലിയ ആഭിമുഖ്യം ഉണ്ടായിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പിതാവിന് അതിനെപ്പറ്റി ഒന്ന് സൂചിപ്പിക്കാൻ. നമ്മൾ അതിനെക്കുറിച്ച് ഒരല്പം പുറകോട്ട് പോയെങ്കിലേ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതായത് കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ളതായ ആശയവും ചിന്തകളുമൊക്കെ ആയിരുന്നു. അന്ന് പ്രബലമായിരുന്ന സിറോ മലബാർ അല്ലെങ്കിൽ ലത്തീൻ സഭകളിൽ എന്തെല്ലാമായിരുന്നു, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്, അങ്ങനെയാണ് കത്തോലിക്കർ എന്നുള്ളതായ പേര് നമുക്ക് ലഭിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ നമ്മളെ സഹായിക്കുവാനായിട്ട് വന്ന അനേകം വൈദികർ അവർ സിറോ മലബാർ പാരമ്പര്യത്തിൽ ഉള്ളവരായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവർ പരിചയിച്ചതായ പല കാര്യങ്ങളും നമ്മുടെ ആരാധനയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ടുണ്ട്. മലങ്കര സഭ അതിൻ്റെ പൗരാണികത നിലനിർത്തിക്കൊണ്ട് തന്നെ കത്തോലിക്ക കൂട്ടായ്മയിലെ ഒരു സൂയി യൂരിസ് ചർച്ച്, അതായത് സ്വതന്ത്ര സഭയായിട്ട് വളരണമെന്ന ഒരു വലിയ ആഗ്രഹമായിരുന്നു അഭിമന്യ പിതാവിനുണ്ടായിരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിശുദ്ധ കുർബാന പലയിടങ്ങളിലും ആ സമയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ടിരുന്നത് മുട്ടുകുത്തി നിന്നായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുട്ടുകുത്തി നിന്ന് സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതല്ല, കാരണം വളരെ ഭക്തിയുടെ ഒരു തലമാണ്. പക്ഷേ അതിൻ്റെ പിറകിലുള്ള ഒരു ദൈവശാസ്ത്രം എന്ന് പറയുന്നത്, ഈ വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരാൾ, ആ വ്യക്തി അവന് അഭിമാന പുരസ്സരമാണ് കർത്താവിൻ്റെ തിരുശരീരത്തിൽ ഭാഗവാക്കാകുന്നത്. അപ്പോൾ അവിടെ പശ്ചാത്താപത്തിൻ്റെയും അതുപോലെ തന്നെ അനുതാപത്തിൻ്റെയും ചിന്തകൾ എന്നതിനേക്കാൾ ഉപരി അങ്ങനെയുള്ള ചിന്തകളുള്ളത് കുഴപ്പമില്ല, അതിന് വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്രകാരമുള്ള മറ്റൊരു ചിന്തയും മറ്റൊരു രീതിയും നമ്മുടെ സഭയിൽ അനുവർത്തിക്കപ്പെടണം എന്നുള്ളതായ ആ ഒരു വലിയ പാരമ്പര്യം. അപ്പോൾ അതുകൊണ്ട് ദൈവ പൈതൽ എന്നുള്ള തലത്തിൽ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളെ കുടുംബാംഗം എന്നുള്ള തലത്തിൽ സ്വീകരിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഇത് വേറൊരു ചിന്തയാണിത്, വേറിട്ട അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു സാത്വികതയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ പിതാവ് കുറേയേറെ സഹനങ്ങളും പിതാവിനുണ്ടായിട്ടുണ്ട്. കാരണം എല്ലാവരും അത്ര പെട്ടെന്ന് ഈ ഒരു കാര്യത്തെ അംഗീകരിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. പക്ഷേ എങ്കിലും പിതാവ് സാവകാശം വീണ്ടും അവരെ കണ്ട് മനസ്സിലാക്കിച്ച് വിവരങ്ങൾ പറഞ്ഞ് ഒക്കെയാണ് പിതാവ് നമ്മളുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുവാനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. അത് മറ്റുള്ളവരെന്ത് ചെയ്യുന്നു അത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതല്ല, മറിച്ച് മലങ്കര സഭയുടെ അതിൻ്റെ അസ്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ അതാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ എടുത്ത് ഒരു പ്രത്യേക രീതിയിൽ അല്ല നമ്മുടെ സഭ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്. അത് വലിയൊരു ജ്ഞാനമാണ്, അത് വലിയൊരു സഹനത്തിന് പിതാവിന് ഇടയാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ ഞാനതിൽ പൂർണ്ണമായിട്ടും അഭിമാനിക്കുന്നു. കാരണം ആരെങ്കിലുമൊക്കെ ഭാരങ്ങൾ ഏറ്റെടുക്കുമ്പോഴേ, വേദനകൾ ഏറ്റെടുക്കുമ്പോഴേ പിന്നീട് വരുന്നവർക്ക് സുഗമമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ സാധിക്കത്തുള്ളൂ. അത്തനാസിസ് പിതാവ് നമ്മുടെ ആരാധന പൈതൃകം അതിൻ്റെ പവിത്രതയിൽ കാത്തു സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ച പിതാവാണ്. ഇത് പിതാവിൻ്റെ ഒരു ആവേശം എന്നതിനേക്കാൾ ഉപരി രണ്ടാം വത്തിക്കാൻ സുന്നഹദോസിലെ പിതാക്കന്മാരുടെ ഒരു വലിയ നിഷ്ഠയാണ്.
ഓരോ സഭയും അതിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് റിട്ടേൺ ടു ദ സോഴ്സസ് എന്നാണ് രണ്ടാം വത്തിക്കാൻ സുനഹദോസിൻ്റെ ഒരു പ്രധാന പ്രമേയമായിട്ട് പറയപ്പെടുന്നത്. റിട്ടേൺ ടു ദ സോഴ്സസ്. അപ്പം ഉറവിടങ്ങളിലേക്കുള്ള മനുഷ്യൻ്റെ ആ ഒരു യാത്ര, അതിൽ നമുക്ക് സ്വീകരിക്കാവുന്നത് നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ പൈതൃകത്തിന് ചേരാത്തതായവയെ നമ്മൾ അകറ്റി നിർത്തുകയും ചെയ്ത് ഈ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ ഈ വലിയ പിതാവാണ്. തിരുവല്ല അധിപതിരാസനം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അത്തനാസിയസ് പിതാവ് ഭദ്രാസനത്തിൻ്റെ ചുമതലയേൽക്കുന്നത്. അതിനുശേഷം അതൊക്കെ പരിഹരിക്കാൻ പിതാവിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പിതാവ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. ആ കാലഘട്ടത്തിൽ എങ്ങനെ അത് തരണം ചെയ്തു എന്ന് പിതാവിനൊന്ന് ഷെയർ ചെയ്യാൻ. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും അവരാലാവുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളവരാണ്. നമ്മളുടെ പിതാക്കന്മാർക്ക് നമുക്ക് സ്വന്തമായി പൈതൃകമായി ഒന്നും ലഭിച്ചിട്ടില്ല. ഇല്ലായ്മയിൽ നിന്നാണ് എല്ലാം തന്നെ തുടങ്ങിയിട്ടുള്ളത്. ആരെങ്കിലുമൊക്കെ തന്നിട്ടുള്ളതാണ് നമ്മളിന്ന് നമുക്കുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിമന്യനായ യാക്കോബ് മാർ തെയോഫിലോസ് പിതാവിൻ്റെ കാലഘട്ടം, പിതാവ് വലിയൊരു ആത്മീക പിതാവായിരുന്നു. അന്ന് നമ്മളുടെ ശുശ്രൂഷ മേഖലകൾ അതിന് കുറേയൊക്കെ എല്ലായിടത്തും നമുക്ക് അത്രയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ പരിമിതികളുണ്ടായിരുന്നു. എന്നാൽ പിതാവിൻ്റെ കാലഘട്ടത്തിൽ വളരെ സുന്ദരമായ ദൈവാലയങ്ങൾ, ഇപ്പോഴും കണ്ണഞ്ചിപ്പിക്കുന്ന തലത്തിലുള്ള നമ്മുടെ ദൈവാലയങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കുവാനായിട്ട് അഭിമന്യനായ തെയോഫിലോസ് പിതാവിനാണ് സാധിച്ചത്. സെവേറിയസ് പിതാവ് വലിയൊരു മിഷണറി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ പിതാവ് കത്തോലിക്ക സഭ എന്താണെന്ന് വളരെ നന്നായിട്ട് അറിഞ്ഞു. നമുക്കറിയാം പിതാവിൻ്റെ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ, പിതാവ് ഈ സഭയെ എതിർക്കുവാനായിട്ട് ഏതെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കാമോ അല്ലെ മനസ്സിലാക്കിച്ചു കൊടുക്കാമോ ആ ഒരു തലത്തിൽ അഭിമന്യ പിതാവ് പ്രത്യേകം ശ്രദ്ധിച്ച ഒരാളാണ്. എന്നാൽ പിന്നീട് സാവുളിനെ പോലെ ദൈവം അദ്ദേഹത്തെ തൻ്റെ സഭയുടെ കെട്ടുപണിക്ക് വേണ്ടിയിട്ട് നിയോഗിക്കുന്നു. സെവേറിയസ് പിതാവ് വലിയൊരു വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലൂടെ എവിടെയെല്ലാം ജനങ്ങൾക്ക് അത്താണിയാകാൻ കഴിയുമോ, അവരെ സ്വതന്ത്രരാക്കാൻ കഴിയുമോ, അതായിരുന്നു പിതാവിൻ്റെ ശ്രദ്ധ. അപ്പോൾ അതുകൊണ്ട് പിതാവ് അനേകം ഇടങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മളുടെ ശുശ്രൂഷകൾ, മിഷൻ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അതേസമയം തന്നെ പിന്നീട് വർഷങ്ങൾ കുറേ കഴിയുമ്പോഴത്തേക്ക് വൈദികർ കൂടുന്നു. അതുപോലെ തന്നെ ശുശ്രൂഷ മേഖലകൾ വർദ്ധിക്കുന്നു. നമ്മുടെ ഇടയിലേക്ക് വരുന്ന ആളുകളുടെ ആവശ്യങ്ങൾ ഒത്തിരിയേറെ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശുശ്രൂഷകൾ നന്നായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സാമ്പത്തികം അതിലെ ഒരു ഘടകമാണ്. സാമ്പത്തികമല്ല എല്ലാം, പക്ഷേ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പിതാവ് തനിക്ക് ലഭിച്ച എല്ലാ സാഹചര്യങ്ങളും നല്ല അടിത്തറ ഉണ്ടാക്കുവാനായിട്ട് പിതാവ് പരിശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൃഷിയിൽ വളരെയേറെ താല്പര്യമുള്ളവനായിരുന്നു പിതാവ്. അതുകൊണ്ട് കൃഷി പ്രോത്സാഹിപ്പിക്കുവാനായിട്ടും നല്ല നല്ല തോട്ടങ്ങൾ വാങ്ങിയെടുക്കുന്നതിനും അത് ഉണ്ടാക്കിയെടുക്കുന്നതിനും പിതാവ് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. അതിൻ്റെ എണ്ണമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതുപോലെ അനേകം ഇടങ്ങളിൽ അഭിമന്യ പിതാവ് ഇപ്രകാരമുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തിയ വ്യക്തിയായിരുന്നു. അപ്പോൾ അത് അന്ന് ഏൽപ്പിച്ചിരിക്കുന്നവരെല്ലാം തന്നെ ഈ ഒരു വലിയ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് സഭയുടെ ആകമാനമുള്ള കെട്ടുപണിക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുവാൻ ഉള്ളഴിഞ്ഞ് സഹായിക്കുകയും ചെയ്തിരുന്നു. പിതാവ് വൈദികർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ്ട് 7000-ലധികം വിദ്യാർത്ഥികളെ പിതാവ് പഠിപ്പിക്കുന്നു. അവർക്ക് സാമ്പത്തികമായ സഹായങ്ങളും മറ്റു തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് അവരെ പഠിപ്പിക്കുന്നു. 1000-ഓളം വരുന്ന പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയക്കുവാനായിട്ട് പിതാവ്
ഈ ഒരു സമയത്തിനുള്ളിൽ പിതാവിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന അനുസരിച്ച് ഏതാണ്ട് 750ഓളം വീടുകൾ തന്നെ പിതാവ് ഈ സമയത്തിനുള്ളിൽ നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്നാണ് പിന്നീട് രോഗി ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കൈത്താങ്ങുകൾ, മറ്റു തരത്തിലുള്ള ശുശ്രൂഷകളെല്ലാം. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭദ്രത അതിൽ തന്നെ ഒന്നുമല്ല. ഭദ്രതയാവുന്നത് അല്ലെ ഭദ്രത ഉണ്ടാവുന്നത് നമ്മൾ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്തിലൊരു ചെലവുകൾ ചുരുക്കി എന്നാൽ കഴിയുന്നത്രയും വരുമാനങ്ങൾ വർദ്ധാനമയമാക്കിക്കൊണ്ട് പിതാവ് വളരെയേറെ ശ്രദ്ധിച്ചു. ഇന്ന് തിരുവല്ല, മൂവാറ്റുപുഴ, ബത്തേരി, പുത്തൂർ ഈ രൂപതകളുടെ ഒരു സാമ്പത്തികമായ ഒരു അടിത്തറയ്ക്ക്, പുത്തൂര് അത്രയും അങ്ങ് പറയാൻ പറ്റില്ല കാരണം ഏറ്റവും അവസാനമായിട്ട് വന്നതാണ്. അപ്പോൾ ഈ 3 ഭദ്രാസനങ്ങൾ അവർക്കുള്ളതായ സാമ്പത്തികമായ ഒരു അടിത്തറ എന്ന് പറയാവുന്ന കാര്യം അപ്പോൾ ഇന്ന് പിതാവിൻ്റെ മനസ്സിൽ ഉദിച്ചതാണ്. അങ്ങനെ പിതാവ് കൈകാര്യം ചെയ്ത് എടുത്തതുമാണ്. അപ്പോൾ ഇങ്ങനെ വിശാലമായിരിക്കുന്നു പിതാവിൻ്റെ സാമ്പത്തികമായ ആ ഒരു ദർശനം. ഷായിക്കുട്ടി സാറ് പറഞ്ഞതുപോലെ ഈ വിദ്യാഭ്യാസ കാര്യങ്ങളിലും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലും നല്ല അറിവുണ്ടായിരുന്നതുകൊണ്ട് പിതാവ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു. പിതാവ് ഇപ്പോൾ പറഞ്ഞ നമ്മുടെ രൂപതകളെ പറ്റി പറഞ്ഞപ്പോൾ ആദ്യമായി ബത്തേരി ഭദ്രാസനം രൂപീകൃതമാകുമ്പോൾ അതിൻ്റെ ആദ്യത്തെ മെത്രാപ്പോലിത്തയായി ഉന്നതനായ സിറിൽ മാർ ബസേലിയസ് പിതാവിനെ നാമനിർദ്ദേശം ചെയ്തതിലും അഭിനന്ദ പിതാവിന് പങ്കുണ്ട്. ആ ശ്രേഷ്ഠ വ്യക്തിത്വത്തെ പറ്റി അഭിനന്ദ പിതാവിന് പങ്കുവയ്ക്കാനുണ്ട്. തീർച്ചയായിട്ടും പിതാവ് തിരുവല്ല രൂപത വിഭജിക്കപ്പെടുകയും ബത്തേരി രൂപത ഉണ്ടാകണം എന്നും ആഗ്രഹിച്ച വ്യക്തിയാണ്. പിതാവ് 1977 പിതാവ് ഏറ്റവും അവസാനമായി നടത്തിയ സന്ദർശനത്തിൽ പോളാറാമൻ മാർപ്പാപ്പയെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് പിതാവ് അതിനുവേണ്ട എല്ലാ നടപടിക്രമങ്ങളും നടത്തിയതിന് ശേഷമാണ് ഇവിടേക്ക് വന്നത്. പിതാവിൻ്റെ വലിയൊരു ദർശനമായിരുന്നു സിറിലച്ചൻ പിന്നീട് ബസേലിയസ് ബാവായായി മാറുന്നത്. സിറിലച്ചനിൽ പിതാവ് കണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, സഭയെക്കുറിച്ചുള്ള വളരെ ആധികാരികമായിട്ടുള്ള അറിവ്, ചരിത്ര അറിവുകൾ. രണ്ടാമതായിട്ട് പൗരാണികമായ മലഞ്ചെരുവിൽ കുടുംബാംഗം. 3, ബഥനി സന്യാസ സമൂഹത്തിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു സമൂഹത്തെ മുഴുവൻ മെത്രാനല്ലായിരുന്നു എങ്കിലും നയിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ പിതാവ്. അത് നമ്മുടെ സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ള ചിന്ത പിതാവിനുണ്ടായിരുന്നു. അങ്ങനെയാണ് സിറിൽ ബസേലിയസ് ബാവാ തിരുമേനിയെ തിരുവല്ല വിഭജിച്ച് ബത്തേരി രൂപത ഉണ്ടാകുമ്പോൾ അതിന് സാരഥ്യമുണ്ടാവണമെന്ന് ചിന്തിച്ചിരുന്നത്. അത് നമുക്കറിയാം. അത് പിന്നീട് സിറിൽ ബസേലിയസ് പിതാവ് അങ്ങനെ ഒരു സാരഥ്യത്തിലേക്ക് വന്നതിന് ശേഷം എന്തെല്ലാം വലിയ മാറ്റങ്ങളാണ് സഭയിൽ സംഭവിച്ചത്. പ്രത്യേകിച്ചും സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ മലബാറിലെ പ്രദേശങ്ങളിലെല്ലാം ഇത്രമാത്രം വികസനത്തിൻ്റെ വളർച്ചയുടെ വലിയ ശംഖുനാദം ഉയർത്തുവാൻ കഴിഞ്ഞത് സിറിൽ ബസേലിയസ് ബാവാ തിരുമേനിയെ കൊണ്ടാണ്. അത്രമാത്രം മനുഷ്യരോട് ഇടപെടുന്നു, വൈദികരെ പ്രോത്സാഹിപ്പിക്കുന്നു, സന്യസ്തരെ പ്രോത്സാഹിപ്പിക്കുന്നു, ഏതറ്റം വരെയും പോകുവാനായിട്ടുള്ള ഉത്തേജനം കൊടുക്കുന്നു. അങ്ങനെ വൈദികരുടെ ഒരു ബലത്തിലെ, സന്യസ്തരുടെ ശുശ്രൂഷയുടെ ശക്തിയിലെ അൽമായ സഹോദരങ്ങളെ നന്നായി വളർത്തി പിതാവ് രൂപതയെ ഭദ്രമാക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് അതിനുശേഷം പിതാവ് മലങ്കര സഭയുടെ അധ്യക്ഷനായിരുന്ന ഗ്രിഗോറിയസ് പിതാവ് കാലം ചെയ്യുമ്പോൾ പിതാവ് അതിലേക്ക് നിയമിക്കപ്പെടുന്നു. പിന്നീട് കാതോലിക്ക ബാവയായി ഉയർത്തപ്പെടുന്നു. സഭയ്ക്ക് ഇന്നുള്ളതായ എല്ലാ നൈയാമികമായ സ്വാതന്ത്ര്യവും നന്മയും കൈവരുത്തുന്നതിന് വേണ്ടി അക്ഷീണമായി യത്നിച്ച ക്രാന്തദർശിയായ സിറിൽ ബസേലിയസ് ബാവാ തിരുമേനിയെ കാണുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചത് അത്തനാസ്യോസ് പിതാവിനെ ആയിരുന്നു എന്ന് സസന്തോഷം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ അഭിനന്ദ പിതാവേ, നമ്മുടെ തിരുവല്ലയുടെ കത്തീഡ്രൽ അത് അന്താരാഷ്ട്ര ശില്പി എന്ന് നമുക്ക് പറയാവുന്ന ലാറി ബെക്കറിനെ കൊണ്ടാണ്
ആ സമയത്ത് അത്തനാസിയസ് പിതാവ് കണി കഴിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ ഒരു ശൈലി കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് തന്നെ ഒരു പുതുമയാണ്. അപ്പോൾ അത് കൊണ്ടുവരാൻ പിതാവ് കാണിച്ച ആ പ്രാവീണ്യം, അതിനെപ്പറ്റി പിതാവിനൊന്ന് പങ്കുവയ്ക്കും. രണ്ടാം വത്തിക്കാൻ സുനഹദോസിൽ പോൾ ആറാമൻ മാർപ്പാപ്പ തിരുമേനി വളരെ പ്രത്യേകമായിട്ട് അവിടെ കൂടിയിരുന്ന 2000-ലധികം വരുന്ന മെത്രാന്മാരോട് പറഞ്ഞിരുന്ന ഒരു കാര്യം ഇതാണ്: യൂറോപ്പിൽ കാണുന്ന ഒരു വാസ്തുശില്പമായിരിക്കരുത് അതാതു രാജ്യങ്ങളിൽ ഉണ്ടാവേണ്ടത്. അതാത് രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ചും ഏഷ്യ, അതിലെ ഇന്ത്യ പ്രത്യേകമായിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങൾ, അവിടെ ഈ ഗോത്തിക് സ്റ്റൈലിലുള്ള ദൈവാലയങ്ങളല്ല പണിയേണ്ടത്, മറിച്ച് ആ പാരമ്പര്യത്തിന് ചേരുന്ന, ആ നാടിന് ചേരുന്ന, ആ നാടിൻ്റെ പൈതൃകത്തോട് ചേർന്ന് നിൽക്കുന്ന കലാരൂപങ്ങൾ, അതുപോലെ തന്നെ വാസ്തുശില്പങ്ങൾ, ദൈവാലയങ്ങളാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു. അത് പിതാവിൻ്റെ മനസ്സിൽ, അത്തനാസിയസ് പിതാവിൻ്റെ മനസ്സിൽ അതൊരു വലിയൊരു വെല്ലുവിളിയായിട്ട് കയറുകയുണ്ടായി. അന്ന് നമുക്കൊരു കൃത്യമായ ഒരു ദൈവാലയം നമുക്കില്ല. നമുക്കൊരു ഓട് മേഞ്ഞതായ ഒരു സാധാരണ ദൈവാലയമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിതാവിൻ്റെ സ്വപ്നത്തിലുണ്ടായിരുന്ന ഒന്ന്, ചെലവ് കുറഞ്ഞ് എന്നാൽ എല്ലാവരെയും ആകർഷിക്കുന്ന, എല്ലാവർക്കും ഇടമുള്ള, ആദ്യകാലങ്ങളിലെ ദൈവം കൂടാരങ്ങളിൽ വസിച്ചിരുന്നു എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു കൂടാരം. അതുകൊണ്ട് ആ പേരിന്നും എല്ലാവരും വിളിക്കുന്ന കൂടാരപ്പള്ളി എന്നാണ്. ചിലരൊക്കെ അത് കൂടാരപ്പള്ളി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി മോശമായിട്ട് അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. ഞാനതിനെ മോശമായിട്ടല്ല കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം കൂടാരങ്ങളിലായിരുന്നു വസിച്ചിരുന്നത്, കൂടാരങ്ങളിൽ വസിച്ചിരുന്ന ദൈവം. അപ്പോൾ അതിൻ്റെ ആ പഴമയിലേക്ക് അത്തനാസിയസ് പിതാവ് നമ്മളെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ലാറി ബെക്കർ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ ആ ആർക്കിടെക്റ്റ്, അദ്ദേഹം അത്തനാസിയസ് പിതാവുമായിട്ട് ബന്ധപ്പെടുത്തി മനോഹരമായ ഒരു ദൈവാലയം നമുക്ക് നിർമ്മിക്കാം എന്ന് പറയുകയും അങ്ങനെയാണ് പിതാവ് അതിന് തയ്യാറെടുക്കുകയും ചെയ്തത്. അത് വലിയൊരു സാഹസമാണ്. അതായത് ഇതേവരെ പരിചയമില്ലാത്ത ഒരാൾ, അതുപോലെ തന്നെ ഇതേവരെ നിർമ്മിച്ചിട്ടില്ലാത്ത ഒരു രീതിയിൽ ഉള്ള ഒരു ദൈവാലയം നിർമ്മിക്കുക. തീർച്ചയായിട്ടും അതിനൊരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്കറിയാം. എങ്കിലും അഭിനന്ദ പിതാവിൻ്റെ ആ ഒരു ദർശനം നമ്മുടെ ദൈവജനം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് സംഭവിച്ചത്, ഈ വാസ്തുശില്പം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയൊരു കലാമൂല്യമുണ്ട്, അതിനൊരു പഠനമൂല്യമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ദൈവാലയം സത്യത്തിൽ വീണ്ടും നമുക്ക് പുതുക്കി പണിയേണ്ടി വന്നത് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകമായ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ കുറേ നാളുകൂടി ആ ദൈവാലയം നിൽക്കുമായിരുന്നു. അതൊരു വിശ്വശില്പമായിരുന്നു. അതിൻ്റെ തറ ഇപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അത് അധികം നാൾ ഇനി നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അഭിനന്ദനായ തിമോത്തിയോസ് പിതാവ് ആ ദൈവാലയം പൊളിക്കുന്നതും പിന്നീട് ഇപ്പോഴുള്ളതായ ദൈവാലയം നിർമ്മിക്കുന്നതും. പിന്നെ പിതാവെ, അതുപോലെ വിദേശ സന്യാസിമാർ ധാരാളം അത്തനാസിയസ് പിതാവിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലേക്ക്, തിരുവല്ല അതിരൂപതയിലേക്ക് വരികയും അതുപോലെ നമ്മുടെ വാഗമണ്ണിൽ പൗരസ്ത്യ ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ കുരിശുമല ആശ്രമം തിരുവല്ല അതിരൂപതയുടെ അധികാര പരിധിയിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഇത്തരം ദർശനത്തെപ്പറ്റി, കാഴ്ചപ്പാടിനെ പറ്റി അഭിനന്ദ പിതാവിന് പങ്കുവയ്ക്കാനുണ്ട്. തീർച്ചയായിട്ടും അത് ഫ്രാൻസിസ് ആചാര്യ എന്ന് പറയുന്ന ആ സന്യാസി നാട്ടിലേക്ക് കടന്നു വരുന്നത് നമ്മളുടെ രാഷ്ട്രപിതാവിൻ്റെ ദർശനം കണ്ടുകൊണ്ടാണ്. മഹാത്മജി അർദ്ധനഗ്നനായ ഒരു വിശ്വനേതാവ്, അദ്ദേഹത്തെ ബ്രിട്ടീഷ് രാജ്ഞി അദ്ദേഹത്തെ സ്വീകരിക്കുകയുണ്ടായി ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ. അതൊക്കെ വലിയ വാർത്തയായിരുന്നു. അതായത് മേൽമുണ്ടിടാത്തതായ ഒരു ഇന്ത്യക്കാരൻ അദ്ദേഹത്തെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ സ്വീകരിച്ചു. അദ്ദേഹം അതൊരു വലിയൊരു ചലഞ്ചായിട്ടും ലോകത്തിന് മുഴുവൻ ഒരു വെല്ലുവിളിയായിട്ടുമാണ് അത് ഉയർത്തിയത്. ഈ മഹാത്മജിയുടെ ചൈതന്യവും ദർശനവും മനസ്സിലാക്കിയ ഫ്രാൻസിസ് ആചാര്യ
അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നതും ഇന്ത്യയിലെ സാധാരണത്വം, അതുപോലെ തന്നെ ദാരിദ്ര്യം, യഥാർത്ഥമായ സന്യാസത്തിൻ്റെ നന്മകൾ, പ്രകൃതിയോട് ഒരുമയിൽ ജീവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഭാരതത്തിലേക്ക് പുറപ്പെടുന്നതും ഭാരതത്തിൻ്റെ ആത്മാവിനെ അദ്ദേഹം മനസ്സിലാക്കുന്നതും. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായ ഏതാണ്ട് 3 വർഷത്തെ ഇവിടുത്തെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായത് ഈ മണ്ണിനോട് ഏറ്റവും അനുയോജ്യമായ ആരാധന പുലർത്തുന്നത് മലങ്കര സഭയാണ്. മലങ്കരയുടെ ആരാധനയാണ് ഇതിനേറ്റവും യോജിച്ചത്. അതിൻ്റെ ട്യൂണ്, അതിൻ്റെ പ്രാർത്ഥനയുടെ ഘടന, ആ വിശുദ്ധ കുർബാന, വസ്ത്രധാരണം, ജീവിതശൈലി, ഇവയെല്ലാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അത്തനാസിസ് പിതാവുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നീട് ആദരണീയനായ തോമസ് പൊട്ടംകുളം അദ്ദേഹത്തിൻ്റെ വാഗമണ്ണിലുള്ള ഏതാണ്ട് 100 ഏക്കറോളം സ്ഥലം ആശ്രമത്തിന് വേണ്ടിയിട്ട് നൽകുന്നതും അത്തനാസിസ് പിതാവ് അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതും. ഇവിടെ നമ്മൾ കാണുന്നത് സംസ്കാരങ്ങളിലാണ് കർത്താവിൻ്റെ വചനം രൂപപ്പെടേണ്ടത്. സംസ്കാരത്തെയാണ് നമ്മൾ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കേണ്ടതും ശുദ്ധീകരിക്കേണ്ടതും. അപ്പോൾ അങ്ങനെ ഭാരതത്തിൻ്റെ വളരെ അമൂല്യമായ നന്മകൾ, സംസ്കാരങ്ങൾ, അവയെല്ലാം നമ്മളുടെ ഈ കൂട്ടായ്മയിലേക്കും നമ്മളുടെ പാരമ്പര്യങ്ങളിലേക്കും സംസ്കാരത്തിലേക്കും നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും എന്ന് അഭിനന്ദ പിതാവ് കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്രകാരമുള്ള ഭാരതീയ സന്യാസത്തിൻ്റെ നന്മയും ക്രിസ്തീയ സന്യാസത്തിൻ്റെ ഈടുറ്റതായ മനോഭാവങ്ങളും എല്ലാമാണ് സത്യത്തിൽ ഇപ്രകാരമുള്ള ഒരു സന്യാസ പ്രസ്ഥാനത്തിന് ബീജാവാപം ചെയ്യുന്നതിന് ഇടയായത്. അതിന്നും വളരെ നന്മയായിട്ട് അനേകർക്ക് കൈത്താങ്ങായിട്ട് നിശബ്ദതയുടെ, വിശുദ്ധിയുടെ, പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം മാറ്റൊലി കൊള്ളുന്ന ആ ഒരു ഇടത്തിന് ഇപ്പോഴും സ്ഥാനമായിട്ട് നിൽക്കുന്നത്. പിതാവേ, അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി സുറിയാനി ഭാഷാ പഠനത്തിന് ഔദ്യോഗികമായ ഒരു സ്ഥാപനം ഉള്ളത് ഇന്ന് കോട്ടയത്ത് സീരിയാണ്. അപ്പോൾ ഈ ആശയം മുന്നോട്ട് വയ്ക്കുകയും ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് അടിസ്ഥാനം കൊടുക്കുകയോ ഒക്കെ ചെയ്തത് അഭിനന്ദ പിതാവാണെന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാം. തീർച്ചയായിട്ടും സുറിയാനി ഭാഷ സംസാരിക്കുന്നവർ ഇന്ന് വളരെയേറെ വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ടാണ്. പലയിടത്തു നിന്നും ക്രിസ്തീയ സമൂഹങ്ങൾ ഒളിച്ചോടി പോകേണ്ടതായിട്ട് വരുന്ന ഒരു പ്രത്യേക പശ്ചാത്തലം ഇന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്യവസ്ഥാപിതമായ നമ്മുടെ പല സുറിയാനി കേന്ദ്രങ്ങളിൽ നിന്നും ആളുകൾ വളരെയേറെ ഒളിച്ചോടുന്ന അല്ലെങ്കിൽ മാറിപ്പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നല്ലൊരു പങ്ക് സുറിയാനി ഭാഷ സംസാരിക്കുന്നവർ, സുറിയാനി ഉപയോഗിക്കുന്നതായ ആളുകൾ ഭാരതത്തിലുണ്ട്. അപ്പോൾ ആ പാരമ്പര്യം നമ്മൾ കുറേ കൂടി ശക്തമാക്കുക. പ്രത്യേകിച്ചും മലങ്കര ഓർത്തഡോക്സ്, യാക്കോബായ, മാർത്തോമ, CSI സഭാവിഭാഗങ്ങൾ, തീർച്ചയായിട്ടും സീറോ മലബാർ സഭയും അതിനകത്തിൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ എക്യുമെനിക്കൽ യാത്രയിൽ സുറിയാനി പഠന കേന്ദ്രം വളരെയേറെ ആവശ്യമാണ് എന്ന് പിതാവ് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടോടുകൂടി തന്നെ സീരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം വാങ്ങിക്കുന്നതും, അതുപോലെ തന്നെ അവിടെ ഏറ്റവും നന്നായിട്ട് ഈ സുറിയാനി ഭാഷാ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന തരത്തിൽ പ്രാവീണ്യമുള്ള, പഠനമുള്ള, നല്ല അവഗാഹമുള്ള ആദരണീയനായ ഡോക്ടർ ജേക്കബ് തെക്കേപ്പറമ്പിൽ അച്ഛനെ പിതാവ് പാരീസിൽ വിട്ട് പഠിപ്പിക്കുന്നു. അനേകമിടങ്ങളിൽ നിന്ന് സുറിയാനിയുടെ മാനുസ്ക്രിപ്റ്റ്സുകളും അതുപോലെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളും ശേഖരിക്കുവാൻ വേണ്ട എല്ലാ ഒത്താശയും നൽകുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ന് പിതാവ് തീർച്ചയായിട്ടും അതിൻ്റെ തുടക്കത്തിൽ ഇല്ലായിരുന്നു. കാരണം അത് ഐസക് മാർ യൂഹാനൻ പിതാവാണ് അത് തുടക്കം കുറിച്ചത് എന്ന് വെച്ചാൽ ഔദ്യോഗികമായിട്ട്. എന്നാൽ അതിനു വേണ്ട എല്ലാ പശ്ചാത്തലങ്ങളും ഒരുക്കി ഇന്ന് ഓക്സ്ഫോർഡ് കഴിഞ്ഞാൽ പിന്നെ
സുറിയാനി പഠിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥാപനമായിട്ട് നമ്മുടെ സീരി സെൻറ്റ് എഫ്രൈം എക്യുമെനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുമുള്ളത് മറ്റൊന്നുമല്ല, അഭിനന്ദനായ അത്തനാസ്യൂസ് പിതാവിൻ്റെ ക്രാന്തദർശിത്വം തന്നെയാണ്. പിന്നെ അത്തനാസ്യൂസ് പിതാവിനെ പറ്റി, വിവിധ തലങ്ങളിലുള്ള പിതാവിൻ്റെ സേവനത്തെപ്പറ്റി അഭിനന്ദ കുർലോസ് പിതാവ് നമ്മളോട് സൂചിപ്പിച്ചു. ഇനി പിതാവിന് വേറെ ഏതെങ്കിലും തലങ്ങളിലുള്ള പ്രവർത്തനത്തെപ്പറ്റി കൂട്ടിച്ചേർക്കാനുണ്ടോ? ഒത്തിരിയുണ്ട്, ഒരുപാടുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീജനങ്ങളുടെ സമുദ്ധാരണം പിതാവ് മനസ്സിൽ വെച്ചുകൊണ്ട്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മനസ്സിൽ വെച്ചുകൊണ്ട്, കുട്ടികളുടെ ആരോഗ്യം പിതാവ് മനസ്സിൽ വെച്ചുകൊണ്ട് പുഷ്പഗിരി പോലുള്ള ഒരു വലിയ ആതുര സേവന മേഖലയ്ക്ക് തുടക്കം കുറിക്കുന്നത് അത്തനാസ്യൂസ് പിതാവാണ്. നമ്മൾക്കിപ്പോൾ തന്നെ ഏതാണ്ട് 3000-ലധികം നേഴ്സസ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനുശേഷം നമ്മൾ ഏതാണ്ട് 1500-ഓളം തന്നെ മലങ്കര ഡോക്ടേഴ്സ് ഇതിനോടകം തന്നെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷവും 100-ലധികം വിദ്യാർത്ഥികൾ ഡോക്ടേഴ്സായിട്ട്, അതുപോലെ തന്നെ 100-ലധികം നേഴ്സസായിട്ട് ഒക്കെ പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം തുടക്കം കുറിച്ചത് സത്യത്തിൽ അഭിനന്ദ പിതാവാണ്. അതിൻ്റെ ഒരു കാരണം മറ്റൊന്നും ആയിരുന്നില്ല. ആ കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് മരിക്കുന്നു, അമ്മമാരുടെ ആരോഗ്യം വളരെയേറെ ക്ഷയിക്കുന്നു. അന്ന് പിതാവ് ഈ ഒരു വലിയ നെരിപ്പോടിൽ നെഞ്ചിൽ ഉണ്ടായ ഈ വേദന സത്യത്തിൽ അതൊരു യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഏറ്റവും നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി സമാരംഭിച്ച ഒന്നാണ് നമ്മുടെ പുഷ്പഗിരി മെഡിക്കൽ കോളേജ്. ഇന്ന് എല്ലാവരാലും വളരെയേറെ സംസാരിക്കപ്പെടുന്നതും പ്രകീർത്തിക്കപ്പെടുന്നതുമായ ഈ ആതുരാലയം. അതുപോലെ തന്നെ നമ്മുടെ സഭയിലെ എല്ലാ ആലോചനാ സംഘങ്ങൾക്കും എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ആലോചന സംഘങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരംഭം കുറിക്കുന്ന അഭിനന്ദ പിതാവ്. ഉദാഹരണം പറഞ്ഞാൽ പാസ്റ്റൽ കൗൺസിൽ, ഫിനാൻസ് കൗൺസിൽ, അതുപോലെ തന്നെ നമ്മുടെ യുവജന പ്രസ്ഥാനം, നമ്മുടെ MCA, ഇങ്ങനെയൊക്കെയുള്ള ആലോചനാ സംഘങ്ങളും സംഘടനകൾക്കും നേതൃത്വം നൽകുന്നതിന് തുടക്കം കുറിച്ചത് അഭിനന്ദ പിതാവാണ്. നമ്മളുടെ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം, മതബോധനം അതേറ്റവും നല്ല രീതിയിൽ നടത്തണം എന്നുള്ള രീതിയിൽ അഭിനന്ദ പിതാവ് തിരുവല്ല പാസ്റ്ററൽ കാറ്റഗറ്റിക്കൽ സെൻറ്റർ എന്ന നിലയിൽ ശാന്തി നിലയത്തിനെ പിതാവ് ഉയർത്തുകയുണ്ടായി. നമ്മുടെ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ സ്ഥാപനം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ പിതാവ് തൊടാത്തതായിട്ട് എന്താണുള്ളതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത്രയും വിശാലമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് മലങ്കര സഭയിൽ തന്നെ ആരംഭം കുറിക്കുവാൻ, അതിന് വളരെ ശക്തമായ ഒരു ഊടും പാവും നെയ്ത് സഭയെ നയിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ ശ്രേഷ്ഠ പിതാവിനെയാണ് നമ്മൾ ഇന്നേ ദിവസം അനുസ്മരിക്കുന്നത്. പിതാവ് വലിയ ക്രാന്തദർശിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഒരു പുസ്തകം തന്നെ പിതാവിൻ്റെ പേരിൽ ഇറക്കിയിട്ടുണ്ട്, മലങ്കരയിലെ ക്രാന്തദർശിയായ അത്തനാസ്യോസ് പിതാവ്. അത് സാധിക്കുന്നവരൊക്കെ അത് വായിക്കുന്നത് നല്ലതാണ്. അതിലെ ചരിത്രം മുഴുവൻ നമുക്ക് മനസ്സിലാവുന്ന ഒരു അവസരമാണ് അത്. പിതാവിൻ്റെ ഓർമ്മയുടെ മുമ്പിൽ ഞാനും നമ്രശിരസ്കനാവുന്നു. ആ വത്സല പിതാവിൻ്റെ ഇരുന്ന അതേ ഇടത്ത് തന്നെ ഇരിക്കാനായിട്ട് എളിയവനായ എനിക്കും ദൈവം അനുഗ്രഹം തന്നല്ലോ എന്നുള്ള ആ വലിയ ചിന്തയാണ് എന്നെ ഇപ്പോൾ ഭരിക്കുന്നത്. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സാണ് ഇത്രയും സമയം അത്തനാസ്യൂസ് പിതാവിനെ പറ്റിയുള്ള ചിന്തകൾ, പിതാവിൻ്റെ സേവനങ്ങൾ ഒക്കെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചത്. ഓർമ്മ പെരുന്നാൾ എന്ന ഈ പരമ്പരയ്ക്ക് വേണ്ടി, മലങ്കര കാത്തലിക് TVക്ക് വേണ്ടി ഇത്രയും സമയവും നമ്മളോട് സംവദിച്ച തിരുവല്ല അതിരൂപതയുടെ മെത്രാപ്പോലീത്തൻ ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂർലോസ് പിതാവിനോട് പ്രേക്ഷകർക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു. പിതാവിനോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു പിതാവ്. ശ്രേഷ്ഠ